മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 146 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 103 മുതൽ 106 വരെ 1 കൊരിന്ത്യർ 13-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരി ഉത്തരം റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം, ഒരു ഭക്ഷ്യ വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. യഹോവ ഇതിനെ മുറിച്ചു കളഞ്ഞു എങ്കിൽ ഭക്ഷണ സാധനവും വസ്തുവും ഏതല്ല? ഇതായിരുന്നു ചോദ്യം. ഉത്തരം അപ്പം, കോൽ. യഹോവ അപ്പം എന്ന കോലിനെ ഒടിച്ചു കളഞ്ഞു. സങ്കീർത്തനങ്ങൾ 105:16 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രത്തിൽ കാണുന്നതും വസ്ത്രം എന്ന അർത്ഥം വരുന്ന ഒരു പദവും ചേർന്ന ഒരു വാക്ക്. ഉത്തരം തിരശീല. സങ്കീർത്തനങ്ങൾ 104:2 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ സമുദ്രത്തിൽ കാണുന്നത് തിര, വസ്ത്രം എന്ന അർത്ഥമുള്ളത് ശീല. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യഹോവയുടെ കൽപ്പനയാൽ വന്ന ജീവികളേവ? ഉത്തരം നായീച്ച, പേൻ, വെട്ടുക്കിളി, തുള്ളൽ. സങ്കീർത്തനങ്ങൾ 105:31-34 വാക്യങ്ങളിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, അബ്രഹാമിന്റെയും മോശയുടെയും പേരിന്റെ മുന്നിൽ നൽകിയിരിക്കുന്ന ഒരേ നാമം? ഉത്തരം യഹോവയുടെ ദാസൻ. സങ്കീർത്തനങ്ങൾ 105:5, 26, 42 വാക്യങ്ങളിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിശന്നിരിക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദം ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം അന്നദാനം. 1 കൊരിന്ത്യർ 13:3 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ശരി ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം. സങ്കീർത്തനങ്ങൾ 107 മുതൽ 110 വരെ, 1 കൊരിന്ത്യർ 14-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിച്ചു പഠിച്ചോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.